പണം കിട്ടിയാൽ മനസ്സമാനം പോകും. ഒരു പ്ലേറ്റ് ചോറ് കൊടുത്തിട്ട് ഇനി ഒരു പ്ലേറ്റ് കൊണ്ട് എടുക്കട്ടെ എന്ന് കഴിച്ചാൽ വേണ്ട മതി എന്ന് പറയും. അപ്പം എന്താ ഓർണേ എന്ന് ആളുകൾ ചോദിച്ച സമയത്താണ് അവിടെ ആളെ കൊല്ലിയുണ്ട്. താൽക്കാലികമായിട്ട് പണം കിട്ടാൻ അതൊക്കെ സഹായിക്കും. 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാതിൽ സഹസ്രം മതിയെന്നും അങ്ങനെ കുന്നാനും പാടിയ പോലെ. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജയശങ്കർ സർ ആണ്. സർ ഒരു താമ്പൂല ജ്യോതിഷനാണ്. സർ നമസ്തേ. നമസ്തേ. വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. നമ്മുടെ ഇതൊരു പുതിയ ചാനലാണ്. സാറിനോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് ഇപ്പൊ സാറിൻ്റെ അടുത്തേക്ക് വരുന്ന കേസുകൾ എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടമാണ്, സമ്പത്ത് എങ്ങനെ നിലനിർത്താം, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ഇടപാട് നടത്തുവാണ്, ഇപ്പം കുറച്ചധികം പൈസ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു, കാരണം എന്തും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിപ്പോ കൊടുത്താൽ ഓക്കെയാണോ, അങ്ങനെ നോക്കുന്ന ചിലരുണ്ട്. പക്ഷെ അങ്ങനെ നോക്കിയിട്ടും പണി കിട്ടുന്ന ചിലരുണ്ട്. അതെന്തുകൊണ്ടാ അങ്ങനെ? നമ്മള് ഏതെങ്കിലും പൈസ ആർക്കെങ്കിലും കൊടുക്കുന്ന സമയത്ത് കൊടുക്കാൻ സമയമാണോ, കൊടുക്കാൻ വിരോധം ഇല്ലാത്ത സമയമാണോ എന്നായിരിക്കും നോക്കുക. മേടിക്കുന്ന ആള് മേടിക്കാൻ അർഹതപ്പെട്ട സമയമാണോ, അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള ഇടപാട് നല്ലതാണോ, അതൊന്നും നോക്കി കാണില്ല. ഈ മേടിക്കുന്ന ആൾക്ക് അതിനുള്ള അർഹതയും കൂടി വേണം, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇല്ലാതെ മേടിക്കുന്ന ആള് ഈ ആളുമായിട്ട് ഒരിക്കലും യാതൊരു ഇടപാടിനും കൊള്ളാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാളുമായിട്ട് ഇടപാട് നടത്തിയാൽ നഷ്ടത്തിലേ വരുള്ളൂ. ഏതൊരു കാലഘട്ടം ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത് പണത്തിനാണ്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ടോക്കിനിടയിലായാലും ഇതിന് തമ്പായിട്ട് ഞാൻ ഇടുക, എങ്ങനെ എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതെങ്ങനെയാണെന്നറിയാൻ. ശരിക്കും മനുഷ്യന് ഏറ്റവും വേണ്ടത് പണം തന്നെയാണോ? ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ ഒരാളുടെ ജാതകം, അതായത് ജനനം മുതൽ മരണം വരെ അയാൾ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് പൈസക്കാണോ പ്രാധാന്യം? തീർച്ചയായിട്ടും പണത്തിനുള്ള പ്രാധാന്യത്തിനേക്കാൾ കൂടുതൽ മനസ്സമാധാനത്തിനാണ്. ഒരുപാട് പേര് പണമുള്ളവര് തന്നെ കുറച്ച് മനസ്സമാധാനം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് വരുന്നുണ്ട്. അവർക്ക് പണം വിഷയമല്ല. അങ്ങനെയുള്ളവർക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ല. അതിനെന്താ മാർഗം? ഞാൻ 1 ലക്ഷം രൂപയുടെ കട്ടിലും കിടക്കൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്നിട്ടും ഉറക്കം വരുന്നില്ല. നല്ല AC റൂമാണ്, ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ആൾക്കാരുണ്ട്. പണം അല്ല അതിൻ്റെ പ്രധാന ഘടകം. മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു യോഗമാണ്. ആ യോഗം അനുഭവിക്കാൻ പറ്റണം. പണത്തിന് തീരെ പ്രാധാന്യം ഇല്ല എന്ന് പറയുന്നില്ല, പണത്തിന് പ്രാധാന്യമുണ്ട്. അത് ലൗകികമായിട്ടുള്ള ജീവിതത്തിന് പണം കൈകാര്യം ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വേണം. അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ പണം അധികമായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കൊണ്ടിരിക്കുകയുള്ളൂ. അധികം പണം ഇല്ലാതിരിക്കുക നല്ലത്. പണത്തിന്റെ പേരിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അപ്പോ ഈ ഒരു അവസരത്തില് ഇപ്പം നമ്മളടങ്ങുന്ന ഇതുപോലുള്ള ഒത്തിരി ചാനലുകളും ഒത്തിരി സംഭാഷണങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിലെല്ലാം ഈ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ, അല്ലെങ്കിൽ എളുപ്പത്തിൽ പണം വന്നു ചേരാൻ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ, ആ പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് ശരിക്കും? എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് വരും. പക്ഷെ അധികം പേരും എളുപ്പത്തിൽ പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു വരുന്നവരാണ് അധികം. പണം കിട്ടിയാൽ മനസ്സമാധാനം പോകും. പാക്കനാരുടെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? പാക്കനാര് ഒരിക്കൽ ഒരു വഴി കൂടെ പോകുന്ന സമയത്ത്, ഒരു കാട്ടുവഴി കൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഭാഗത്ത് കുറെ സ്വർണം കിടക്കണു. പാക്കനാര് തിരിഞ്ഞോടി. അപ്പൊ എന്താ ഓടണേ എന്ന് ആളുകൾ ചോദിച്ച സമയത്ത് അവിടെ ആളെ കൊല്ലിയുണ്ട്. എന്താന്ന് അന്വേഷിച്ച അവര് ചില ആളുകൾ കൂട്ടം കൂടി ചെന്നു നോക്കിയപ്പോ എന്താണ് സ്വർണ്ണം കിടക്കണേ. അത് അവര് കൈക്കലാക്കാൻ നോക്കി. പരമാവധി കൈക്കലാക്കാൻ അവരെല്ലാരും നോക്കി. അത് കൈക്കലാക്കിയിട്ട് പോകുന്ന വഴിക്ക് ഓരോരുത്തർക്കും ചിന്ത, മറ്റവന് കിട്ടിയതും കൂടി എനിക്ക്
ആക്കണം എന്നുള്ളതായിരുന്നു. അവസാനം അവര് തമ്മില് പരസ്പരം ചതിച്ച് കൊല്ലുന്നു. ആളെ കൊല്ലി. പണം ആളെ കൊല്ലിയാണ് എന്ന് പാക്കനാർ തെളിയിച്ചു. ഇപ്പോ ധനം മഹാലക്ഷ്മിയാണ്, അതിനെ നമ്മള് പൂജിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറയുമ്പോഴും പലർക്കും പണമില്ല എന്നത് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ജ്യോതിഷം ഇതിനിടയിൽ പല പല മന്ത്രങ്ങള്, പണം കയ്യിൽ നിൽക്കാൻ, വേഗത്തിൽ പണം കിട്ടാൻ, അപ്പം ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഇപ്പം ഉദാഹരണത്തിന് വരാഹി, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങള്, ഇതൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ശരിക്കും നമുക്ക് ഗുണം ഉണ്ടാവും? താൽക്കാലികമായിട്ട് പണം കിട്ടാൻ അതൊക്കെ സഹായിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, ഉറപ്പാണ് കിട്ടും. പക്ഷെ അത് അനുഭവത്തിനുണ്ടാവില്ല. കണ്ണാടിക്കൂട്ടില് സ്വർണം എടുത്തു വെച്ചേക്കുന്ന മാതിരി ഉണ്ടാവുള്ളൂ. അനുഭവത്തിലേക്ക് ഗുണം ചെയ്യില്ല. അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന് മാത്രമേ നിലനിൽക്കുള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കിട്ടുന്ന മാർഗം നേരെയായിക്കൊള്ളുന്നില്ല. എങ്ങനെയെങ്കിലും ഒക്കെ പൈസ വരും നമ്മളിലേക്ക്. അത് ചിലപ്പോ അത് നേരായിട്ടുള്ള മാർഗത്തിലല്ലെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള മാർഗങ്ങളും ഉണ്ടാവും. പിന്നെ അത് കയ്യിൽ നിന്ന് പോയാലേ സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥ വരും. അങ്ങനെയുള്ളിടത്താണ് പലപ്പോഴും പല ആളിലും പലതരത്തിലും പറ്റിച്ചുകൊണ്ട് പോകുന്നതൊക്കെ. അങ്ങനെ പറ്റിച്ചുകൊണ്ടുപോയി ഇല്ലാതെ ആകുന്ന സമയത്താണ് പിന്നെ മനസ്സമാധാനം വരിക. ഏറെക്കുറെ ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പണത്തിന്റെ ഒരു പ്രത്യേകത, പണം ഒരാൾക്ക് ഒരു 10,000 രൂപ കിട്ടിയാല് 10,000 കൂടി കിട്ടിയാല് ശരിയാവുള്ളൂ എന്ന്. ചിലപ്പോ ആ 10,000 ഉണ്ടാവില്ല, പക്ഷെ 10,000 കിട്ടിക്കഴിയുമ്പോ തികയാവും. അതെ, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അങ്ങനെ പൊന്നാനം പാടിയ പോലെ 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ 1000 ആശ്ചര്യം എന്നതും. അങ്ങനെ ആഗ്രഹങ്ങൾ കൂടിക്കൂടി വരും. എണ്ണി എണ്ണി കരയേറുന്ന മോഹവും. ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഈ നേർവഴിക്ക് അങ്ങനെ പണം സമ്പാദിച്ചാൽ ആ പണമേ നമ്മുടെ കയ്യിൽ നിൽക്കുള്ളൂ. അതെ. ഇപ്പം അതുപോലെ തന്നെയല്ലേ ഇപ്പൊ പറ്റിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോ അങ്ങനെ പറ്റിക്കുന്നവർക്ക് ശിക്ഷ അത് ശരിക്കും കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. അത് അതിൽ തന്നെ വ്യത്യാസം വരിക, കൂടുതൽ പറ്റിക്കുന്നവർക്ക് ശിക്ഷ പതുക്കെയായിരിക്കും കിട്ടുക. നമ്മൾ നോക്കുവാണെങ്കിലും അവര് ഒരുപാട് പേരെ പറ്റിച്ചു, ആ പറ്റിച്ചല്ലേ ജീവിക്കുന്നേ. ഇങ്ങനെ നോക്കി കാണുന്ന കുറെ പേരുണ്ട്, അവർക്ക് ശിക്ഷ പതുക്കെയായിരിക്കും കിട്ടുക. അവർക്ക് കിട്ടുന്ന ശിക്ഷ അവർക്ക് ശിക്ഷ കിട്ടുന്ന പതുക്കെയാ. അവർക്ക് കിട്ടുന്ന ശിക്ഷ തലമുറകൾ അനുഭവിക്കാൻ പാകത്തുള്ള ശിക്ഷകളായിരിക്കും കിട്ടുക. നേരെ മറിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കുന്നവർക്ക് ചെറിയ പൈസ എന്തെങ്കിലും അതല്ലാതെ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ആശുപത്രി പോയിക്കൊണ്ട് തീരും എന്ന് പറയുന്ന അവസ്ഥയില് വലിയ ബുദ്ധിമുട്ടില്ലാതെ തീരും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് വലുതായിട്ട് പണം തട്ടിക്കുന്നവർക്കുള്ള ശിക്ഷ പരമ്പരകൾക്ക് ബാക്കി കിടക്കും. അപ്പോ ഇവര് വിചാരിക്കും നമുക്ക് ഇങ്ങനെ ആശുപത്രിയിൽ പോയി അതാണ് കഷ്ടകാലം. നിസ്സാരമാണ് വാസ്തവത്തിൽ. അതെ അതെ, എന്ന് കരുതിയിട്ട് എല്ലാവരും നേർവഴി അല്ലാത്ത വഴി പണം സമ്പാദിക്കണം എന്നല്ല പറയുന്നേ. എന്തായാലും നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇപ്പം ഈ ജ്യോതിഷവശ നമുക്ക് ഇപ്പം ഒത്തിരി സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ധനം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കാനും, ചിലർ പറയും വരുന്നത് അറിയുന്നില്ല അപ്പൊ തന്നെ ചെലവ് ചെയ്ത് പോവാന്ന്. അപ്പം അതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജ്യോതിഷത്തിൽ എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവില്ലേ? അതെന്താണ്? വരവ് ചെലവ് കണക്കാക്കുന്ന 11ഉം 12ഉം ഭാവങ്ങളെ കൊണ്ടാണ്. 11ാം ഭാവത്തില് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വരവ് കൂടി നിൽക്കും. ശുഭഗ്രഹങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ. 12ാം ഭാവത്തില് ആണ് ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ധനം നഷ്ടം ഉണ്ടാകുക. അത് പാപഗ്രഹങ്ങളാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ നഷ്ടം കൂടിയിരിക്കും. ഗ്രഹങ്ങൾക്ക് എവിടെയെങ്കിലും നിന്നല്ലേ പറ്റുള്ളൂ. എല്ലാ ജാതകത്തിനും ഈ 2 ഭാവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുറച്ച് പൈസ ലാഭം വന്നാൽ കുറച്ച് നഷ്ടം വരാനുള്ള മാർഗം അതിൽ തന്നെ ഉണ്ടാവും. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച്
അതിന് തടയിടുക എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി ചെയ്യുക. അതാണ് അതിന്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. അതെ, അതായത് പൈസ നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന് അർത്ഥമില്ല, പൈസ നഷ്ടപ്പെടും. നമുക്കിപ്പോ അങ്ങനെയുള്ളതിനിപ്പോ എങ്ങനെയാണ് പരിഹാരങ്ങള്? 12ാം ഭാവം എന്ന് പറയുന്നത് ദുരിതമാണ് ശരിക്കും. ആ ദുരിതം മാറാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. ദുരിതം മാറാൻ ഏറ്റവും നല്ല കർമ്മം അന്നദാനമാണ്. അന്നദാനം നടത്തിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ദുരിതം കുറഞ്ഞു കിട്ടും. അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതവർ തീരുമാനിക്കുക. കയ്യിൽ വരുന്ന പണം എന്ന് പറയുന്ന അർഹതപ്പെട്ടതല്ലാത്തതും കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെലവാക്കിക്കൊണ്ടിരിക്കുക. അവര് മനഃപൂർവ്വം അറിഞ്ഞ് ചെലവാക്കിയില്ലെങ്കിലും ചെലവായി പോകും. പറഞ്ഞ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെലവിന് ഒരു പരിധിയുണ്ട്. നമ്മള് ജന്മാന്തരത്തിൽ കൊടുത്തു വിട്ടാനുള്ള കടമാണ് പലപ്പോഴും ഇങ്ങനെ കടമായിട്ട് വരുന്നത്. അതായത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, സമ്പാദിക്കുന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജന്മാന്തരത്തിൽ നമ്മൾ വരുത്തി വെച്ചിരിക്കുന്ന കടം. ആ കടം വീട്ടിയേ പറ്റുള്ളൂ. അത് വീട്ടിയേ പറ്റുള്ളൂ എന്നുള്ള എങ്ങനെ വീട്ടും? ഇപ്പൊ ജന്മാന്തരത്തിൽ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 100 രൂപ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജന്മത്തില് അത് കൊടുത്തു വീട്ടാൻ നോക്കിയാൽ എത്ര കൊടുത്താൽ വീടും? സാധാരണഗതിയിൽ ഒരു 4 വർഷം കൊണ്ട് ഒരു തുക ഇരട്ടിക്കുന്ന പറയുക. ഇപ്പൊ ജന്മാന്തരത്തിൽ 100 രൂപ എന്ന് പറയുന്നത് ഇന്നിപ്പോ ഈ പ്രായത്തില് കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം? ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുമോ? ആ 100 രൂപയ്ക്ക് പകരം ലക്ഷങ്ങൾ കൊടുക്കാൻ നമുക്ക് ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ല. ഇപ്പൊ മേടിക്കുന്ന ആള് മതി എന്ന് പറയണം. ഇത് മതി, എനിക്ക് തൃപ്തിയായി എന്ന് പറയണം. ആ മതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പറയുമോ? ഒരിക്കലും പറയില്ല. ഒരാൾക്ക് 1 ലക്ഷം കൊടുക്കാൻ മതി, 1 ലക്ഷം കൂടി കിട്ടണം, അന്നത്തെ ഇത്ര നാളത്തെ പലിശയും കൂടി കിട്ടണം എന്നുകൂടി പറയുള്ളൂ. മതി എന്ന് പറയില്ല. മതി എന്ന് പറയുന്ന സാധനം കൊടുക്കുക. മതി എന്ന് പറയുന്ന ചോറാണ്. ഒരു പ്ലേറ്റ് ചോറ് കൊടുത്തിട്ട് ഇനി 1 പ്ലേറ്റ് കൂടി എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട, മതി എന്ന് പറയും. അപ്പൊ മതി എന്ന് പറയുന്ന സാധനം കൊടുക്കുക. മതി എന്ന് പറയുന്നത് കേൾക്കാൻ ഇടവരിക. അവര് മതി എന്ന് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ അവരുമായിട്ടുള്ള കടം വീടി. അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക. അത് പരമാവധി ചെയ്തുകൊണ്ടിരുന്നാൽ നഷ്ടങ്ങൾ കുറഞ്ഞിരിക്കും. അതെന്തായാലും ഒരു പുതിയ അറിവാണ്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം. സന്തോഷം. നന്ദി സർ.